ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷിബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 8 വയസ്സിൽ നടന്ന കഥ പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ അടുത്തടുത്ത് പിന്നെ അങ്ങനെ പഠിച്ച് പിന്നെ 7ാം ക്ലാസ്സിലെത്തിയിരിക്കുമ്പോൾ ഒരു അവധിയായിരുന്നു, സ്കൂൾ ലീവായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചറിയാം, മദ്രസയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മദ്രസയിൽ പോയപ്പോൾ എന്തോ പോലെ ബാത്റൂം പോയപ്പോൾ നേരെ പോലെ എന്തോ കണ്ട് പേടിച്ചു കേട്ടോ. ആ പേടിയിൽ നല്ല അങ്ങനെ എന്തോ പോലെയൊക്കെ ആയി, പ്രേതമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല പേടിച്ച് അങ്ങനെ ഇതായി. പിന്നെ പള്ളിയിലൊക്കെ കാണിച്ചു, അങ്ങനെ ഒരു സംഭവം നടന്നു. പള്ളിയിലൊക്കെ നോക്കി, പള്ളിയിലൊക്കെ പോയി ഒക്കെ ശരിയായി. ഇപ്പോഴും അതിൻ്റെ ഉപദ്രവമൊന്നും ഇല്ല. പക്ഷേ വർഷം കൂട് കെട്ടണം പറഞ്ഞിട്ട് അപ്പൊക്കെ എല്ലാവരും കൂടും നൂലും പറഞ്ഞ പോലെ എല്ലാം കെട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം. ഇപ്പോഴും അതുപോലെ ചെയ്യുന്നുണ്ട്, വർഷം ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ കൈകാല് വേദനയും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒന്നും ആരും വിശ്വസിക്കുന്നവർ വിശ്വസിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കില്ല. അപ്പോൾ ഞാൻ പറയും, ദേഷ്യമൊക്കെ പെട്ടാൽ പറയും, എൻ്റെ മേൽ 5 പ്രേതങ്ങളുണ്ട്, അതാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇപ്പോഴും ഉണ്ട്, എൻ്റെ മേൽ പ്രേതമുണ്ട് അങ്ങനെയെന്ന് പറയും. ഞാൻ പറയുന്നത് ചിരിക്കാൻ വയ്ക്കുമല്ലായിരുന്നെയും. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ എല്ലാവരും ചിരിക്കാൻ വയ്ക്കും കേട്ടോ. എന്തെങ്കിലും പറഞ്ഞൊക്കെ ചിരിക്കാൻ വെച്ചിട്ടുണ്ടാവും. എന്തായാലും ചെറുതിൽ തന്നെ അങ്ങനെയാണ്. പിന്നെ അങ്ങനെ 10ാം ക്ലാസ് എത്തി. 8ാം ക്ലാസ്സിലൊക്കെ പഠിപ്പൊക്കെ പോയി. 8ാം ക്ലാസ് 9ാം ക്ലാസ് ഇങ്ങനെ പഠിച്ചു. പക്ഷെ 10ാം ക്ലാസ്സിലും പഠിപ്പൊക്കെ നല്ല പഠിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ തോറ്റുപോയി കേട്ടോ. 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പോൾ പഠിപ്പിൽ തന്നെ നമ്മൾ തോറ്റത്. ജീവിതത്തിലെങ്കിലും നമ്മൾ മുന്നേറി വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലക്ഷ്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 2ാം പരീക്ഷ എഴുതാനും വിട്ടില്ല. ഒന്നും പഠിക്കാൻ വിടില്ല. അങ്ങനെ തറവാട് അങ്ങനത്തെയാണ്. പെണ്ണുങ്ങളൊന്നും പുറത്തേക്ക് വിടില്ല. സ്കൂള് വിട്ടാൽ വീട് വിട്ടാൽ സ്കൂള്, അങ്ങനെയാണ് ഇരുന്നത് ഞങ്ങൾ. പിന്നെ അനിയത്തിമാരൊക്കെ പഠിച്ചു കേട്ടോ. അവരൊക്കെ നന്നായി നിന്ന് പഠിക്കും. ഞാനൊരു മൂത്ത മോളാണ്. 3 പെൺകുട്ടികളും ലാസ്റ്റ് ആൺകുട്ടിയാണ്. എൻ്റെ അമ്മക്കും ഞാനാണ് മൂത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ വെറുതെ ഇരിക്കേണ്ട പറഞ്ഞ് ടൈലറിങ് ക്ലാസ്സിനൊക്കെ പോയി കേട്ടോ. 6 മാസം ടൈലറിങ് ക്ലാസ്സിനൊക്കെ പോയി പഠിച്ചു. പിന്നെ അങ്ങനെ നോമ്പൊക്കെ വന്നപ്പോൾ അങ്ങനെ നിർത്തി കേട്ടോ. പിന്നെ അത് അടിച്ചൊക്കെ പഴകിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊന്നും അടിച്ചു കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ ടൈലറിങ് അറിയാം, നമ്മൾ അതിന് നിന്നില്ല. പിന്നെ അങ്ങനെ എന്തായി, കുറച്ച് കല്യാണം കഴിഞ്ഞ മുമ്പ് പിന്നെ അങ്ങനെ ഓരോ കടകളിലൊക്കെ പോയി നിന്ന് 1 മാസം 2 മാസം അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നിന്നില്ല. പിന്നെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കേട്ടോ. കല്യാണം കഴിഞ്ഞ് പോയി. അങ്ങനെ കല്യാണത്തിന് 10 പവന് 1.5 ലക്ഷം കൊടുത്തു. ഞങ്ങളുടെ വീട് വിട്ടിട്ടാണ് കേട്ടോ കല്യാണം കഴിച്ച് കൊടുത്തത്. ആഘോഷം വിരിഞ്ഞ് വീട് വിറ്റ് കല്യാണം കഴിച്ച് കൊടുത്തു. 10 പവനും 1.5 ലക്ഷം ഒക്കെയും കൊടുത്തു. കട്ടിലരിപ്പരൊക്കെ എന്നെ കല്യാണം കഴിച്ച് കൊടുത്തത് തിരുപ്പൂരാണ് കേട്ടോ. തിരുപ്പൂരിൽ നിന്നാണ്. അപ്പം ആദ്യം വന്നത് തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ തിരുപ്പൂർ കല്യാണം കഴിച്ച് കൊടുത്തു. മാപ്പിളയൊക്കെ നല്ല മാപ്പിളയായിരുന്നു. അവർ 10 പേരാണ്. 10 പേരിൽ എല്ലാ ആൺകുട്ടികളാണ് കേട്ടോ. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. 10 പേരാണ്. ആദ്യം പിറന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ അത് മരിച്ചു പോയി. പിന്നെയുള്ള താഴെയുള്ളതാണ് എൻ്റെ ഭർത്താവ്, എൻ്റെ ഇക്ക. പിന്നെ അതിലുള്ള എല്ലാ ആൺകുട്ടികളാണ്. പിന്നെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം ആകെ പിന്നെ അതിൽ എൻ്റെ ഭർത്താവിൻ്റെ താഴെയുള്ള ആളും മൗത്തായി കേട്ടോ. ഇപ്പോൾ 8 പേരാണ് ഉള്ളത്. 8 പേരിൻ്റെ ഒരു പെൺകുട്ടി മാത്രമേ, അവൾക്ക് 18 വയസ്സായിട്ടുള്ളൂ. അവൾ കല്യാണം കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ ചക്കന്മാരും കല്യാണം കഴിഞ്ഞ് എല്ലാം തനിത്തനിയായിരുത്തി കേട്ടോ. എല്ലാവരും. പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെയല്ല, വേറെ വീട് നോക്കി കല്യാണം കഴിഞ്ഞ് മറുവീട് ചെറുവിടൊക്കെ കഴിഞ്ഞോണ്ടേ കട്ടിൽ ബീറോ കൊണ്ടുവരുന്നതേ അവൻ്റെ പുതിയ വീട്ടിലായിരിക്കും. നോക്കി വെച്ചിട്ടുണ്ടാവും. കല്യാണം എന്ന് പറഞ്ഞാൽ നോക്കി വെച്ചിട്ടുണ്ടാവും വീടൊക്കെ. അപ്പോൾ തന്നെ തനിത്തനിയെ ഇരുത്തും. അപ്പം എല്ലാം തനിത്തനിയായിരിക്കും. അങ്ങനെയാണ് അവിടെ. അപ്പോൾ അവിടെ തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് 9 വർഷം. 10 വർഷത്തിന് ശേഷം 9ാമത്തെ വർഷമാണ് ഞാൻ കേരളത്തിൽ തന്നെ താമസം മാറി വന്നു. ഇവിടെ തന്നെ വന്ന് സെറ്റിലായി. ഇവിടെ വന്ന് 5-6 വർഷമായി.
കല്യാണം കഴിഞ്ഞ് 14 വർഷമായി എനിക്ക്. അപ്പോൾ അതിൻ്റെ കഥ ഞാൻ നാളെ പറയാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നമുക്കിപ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ വീട് നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ മോളുടെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം തന്നെ അവർ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വീഡിയോ അയച്ചു തന്നിട്ടോ. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ബാക്കി കഥ നാളെ പറയാം കേട്ടോ. നാട്ടിലെ ഇതാണ് മോഡല്. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട് മുന്നവർക്ക്. കുടുംബക്കാരൊക്കെ വന്ന് പാല് കാച്ചൽ ചടങ്ങാണ്. പാലൊക്കെ കാച്ചി കേട്ടോ. മാഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്വന്തം വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവർക്കും പഠിച്ചവൻ വേഗം സ്വന്തം വീടില്ലാത്തവർക്കൊക്കെ സ്വന്തം വീടാക്കി തരട്ടെ. ഫാത്തിഹയൊക്കെ ഓതി. രാത്രിയൊക്കെ മൗലൂദൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി വെക്കൽ. ഇതാണ് മോഡൽ കേട്ടോ. പ്രദേശത്ത് തന്നെ ഇങ്ങനൊരു വീട് മോഡലായിട്ട് കെട്ടിയത് ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പ്രദേശത്ത്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ വീട്. കണ്ടില്ലേ, സ്റ്റെപ്സ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നതാണ്. കമ്പിയൊക്കെ ഇതാക്കിയിട്ട് മോഡലായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കുട്ടികൾ കളിക്കുകയാണ്, ഡാൻസ് കളിയൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി. ഇത് മൗലൂദ് പാരായണമാണ്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള വീഡിയോ. അടുത്ത കാണാം.